അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? രോഹൻ ബൊപ്പണ്ണ. നമുക്ക് എങ്ങനെ ആലോചിക്കാം? ഈ ഒരു സ്ലൈഡ് കണ്ടു നോക്ക്. അപ്പോൾ ഈ സ്ലൈഡിൽ നമുക്ക് കാണാം ആവേശം സിനിമയിലെ രംഗണ്ണൻ്റെ ഗ്രാൻഡ് എൻട്രി കാണാം അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കാലോ. രംഗണ്ണൻ എന്നുള്ളത് രോഹണ്ണൻ എന്നോർക്കുക. രോഹണ്ണൻ ഗ്രാൻഡ് എൻട്രി, ഗ്രാൻഡ് സ്ലാം കിരീടം. അടുത്ത ചോദ്യം, ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി 2024 വേദി രാജസ്ഥാനിലെ പൊക്രാനാണല്ലേ. അപ്പോൾ എങ്ങനെ ആലോചിക്കാം? വായുവിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് എന്തും പൊക്കാം എന്നാലോചിക്കാം. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മൊണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം ലൂവർ മ്യൂസിയം ആണല്ലേ. മൊണാലിസയ്ക്ക് ഒരുപാട് ലവേഴ്സ് ഉണ്ട് എന്ന് ആലോചിക്കാം. അടുത്ത ചോദ്യം, 2024 റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥിയായ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, 2024 റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥി ആരാണ്? ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ. അടുത്ത ചോദ്യം, സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകളിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായി നിലവിൽ വരുന്ന പദ്ധതി. ഉത്തരം സേഫ് റോഡ് പദ്ധതി. ആ ഉത്തരത്തിൽ തന്നെയുണ്ട് അല്ലേ, പേരിൽ തന്നെയുണ്ട്. റോഡിൽ സേഫ് ആകുന്ന പദ്ധതി സേഫ് റോഡ് പദ്ധതി. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം. ഓർത്തു വയ്ക്കുക, കൊച്ചി. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം കൊച്ചി. അടുത്ത ചോദ്യം, സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുന്നതിനായുള്ള പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി മുദ്ര യോജന. എങ്ങനെ ഓർത്തു വയ്ക്കാം? ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ചെറിയ മുദ്ര എന്ന് ഓർക്കുക. സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുന്നതിനായുള്ള പദ്ധതി പ്രധാനമന്ത്രി മുദ്ര യോജന. അടുത്ത ചോദ്യം, 33ാമത്തെ വ്യാസ് സമ്മാനം പുരസ്കാരം 2023 ലഭിച്ച പ്രശസ്ത ഹിന്ദി സാഹിത്യകാരി ആരാണ്? പുഷ്പ ഭാരതി. വ്യാസ് സമ്മാനം 2023 നേടിയത് പുഷ്പ ഭാരതി. പുഷ്പ ഭാരതിയുടെ 2016 ഓർമ്മക്കുറിപ്പായ യാദിൻ യാദിൻ ഔർ യാദിൻ എന്ന കൃതിയാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ട് എന്താണ്? ബറാക്കുഡ ആണല്ലേ ആൻസർ. അപ്പോൾ എങ്ങനെ ആലോചിക്കാം? വൈദ്യുത സൗരോർജ ബോട്ടാണ്. അപ്പോൾ സൗരോർജം എന്ന് പറയുമ്പോൾ സൂര്യനായിട്ട് കണക്ട് ചെയ്യാലോ. വെയിലെല്ലാം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുട ചൂടിയിരിക്കും അല്ലേ. അപ്പോൾ ബറാക്കുഡ എന്നുള്ളതിൽ കുട സൗരോർജം എന്നോർക്കുക. കൊച്ചി ആസ്ഥാനമായ മറൈൻ കമ്പനി നവാൾട്ട് ആണ് ബോട്ട് നിർമ്മിച്ചത്. അടുത്ത പോയിന്റ്, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 CG ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് പുല്ലല ബാബു. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 CG ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് പുല്ലല ബാബു. അടുത്ത പോയിന്റ് നോക്കാം, സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ആഴക്കുളം അല്ലേ, തിരുവനന്തപുരം ജില്ലയിലെ ആഴക്കുളമാണ്. എങ്ങനെ ഓർക്കാം? ഫിഷറീസ് ആണല്ലേ. അപ്പോൾ ഫിഷൊക്കെ പിടിക്കുന്നത് ആഴമുള്ള കുളത്തിൽ നിന്നാണ് എന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത പോയിന്റ്, രാജസ്ഥാനിലെ ആദ്യ സ്നേക്ക് പാർക്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? കോട്ട. രാജസ്ഥാനിലെ കോട്ടയിലാണ് ആദ്യ സ്നേക്ക് പാർക്ക് ആരംഭിക്കുന്നത്. എങ്ങനെ ആലോചിക്കാം? കോട്ടയിലെ സ്നേക്ക് അല്ലെങ്കിൽ കോട്ടയിലെ പാമ്പ് എന്നെല്ലാം ആലോചിക്കാം അല്ലേ. അടുത്ത പോയിന്റ്, അടുത്തിടെ പെൺകുട്ടികൾക്ക് മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ സ്ഥാപിതമായത് ഉത്തർപ്രദേശിലെ വൃന്ദാവനാണ് അല്ലേ. അടുത്തിടെ പെൺകുട്ടികൾക്ക് മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥാപിതമായത് വൃന്ദാവൻ, ഉത്തർപ്രദേശ്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായി ചുമതലയേറ്റത് ഡോക്ടർ RV അശോകൻ. IMAയുടെ പ്രസിഡന്റാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ആലോചിക്കാം? മെഡിക്കൽ അല്ലേ. അപ്പോൾ നമുക്ക് മെഡിക്കൽ സർവീസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവും? ശോകമായി പോകും അല്ലേ. അപ്പോൾ മെഡിക്കൽ സർവീസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ശോകമാവും. അശോകൻ എന്ന് ആലോചിക്കുക. പോയിന്റ്, ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി ഏതാണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ്. അടുത്ത പോയിന്റ് നോക്കാം, 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മെക്സിക്കോ, കാനഡ, USA. മാക് എന്ന് ഓർക്കാം അല്ലേ. മെക്സിക്കോ, USA എടുക്കാം, അമേരിക്ക, കാനഡ. മെക്സിക്കോ, അമേരിക്ക, കാനഡ. MAC മാക് എന്ന് ആലോചിക്കാം. അടുത്തത്, അടുത്തിടെ പ്രസിദ്ധീകരിച്ച
ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം PR ശാരദയാണ്. മുൻ ഹോക്കി മലയാളി താരമാണ് അല്ലേ. എങ്ങനെ ആലോചിക്കാം? ഫോർവേഡ് എന്ന് പറയുമ്പോൾ പുറകിലേക്ക്, ഇപ്പോൾ പുറകിലേക്ക് നോക്കുമ്പോൾ കുറച്ച് പഴയ ഒരു നായികയുടെ പേരാണ് അല്ലേ. PR ശാരദ. ശാരദ എടുക്കാം. കുറച്ച് പഴയ കാല നായികയായ ശാരദയെ നമുക്ക് ഓർക്കാം. ഫോർവേഡ് ശാരദ. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്ര. 2ാം സ്ഥാനത്ത് തമിഴ്നാട്. വേദി തമിഴ്നാട്. ഭാഗ്യചിഹ്നം വീരമങ്കൈ. ഡിമെൻഷ്യ അൾഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ തുടങ്ങുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി ഏതാണ്? ഓർമ്മത്തോണിയാണ് അല്ലേ. അപ്പോൾ ഡിമെൻഷ്യ അൾഷിമേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഉത്തരത്തിൽ ആ വേർഡുണ്ട്, ഓർമ്മത്തോണി. അടുത്ത പോയിന്റ് നോക്കാം. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദികൾ ഏതൊക്കെയാണ്? ലഡാക്ക്, ഗുൽമർഗ്. വിന്റർ ഗെയിംസ് ആണല്ലേ. വിന്റർ എന്ന് പറയുമ്പോൾ നല്ല ഐസൊക്കെ ആയിരിക്കും. അപ്പോൾ ഐസൊക്കെ ആയിരിക്കുന്ന സമയത്ത് കളിക്കാൻ വേണ്ടി ഒരു മാർഗ്ഗവും ഇല്ല എന്ന് ആലോചിച്ച് വെക്കുക. ഗുൽമാർഗ്, മാർഗ്ഗവും ഇല്ല. ഗുൽമാർഗ്, പിന്നെ ഒപ്പം ലഡാക്ക് കൂടി ആലോചിച്ച് വെക്കുക. ഭാഗ്യചിഹ്നം ഏതാണ്? ഷീൻ ഇ ഷി, ഹിമപ്പുലിയുടെ പേരാണ് അല്ലേ. ഭാഗ്യചിഹ്നം ഷീൻ ഇ ഷി. അടുത്ത പോയിന്റ് നോക്കാം. 2024 ലോക ക്യാൻസർ ദിന പ്രമേയം എന്താണ്? ചികിത്സാ വിടവ് ഇല്ലാതാക്കുക, ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. 2024 ലോക ക്യാൻസർ ദിന പ്രമേയം ചികിത്സാ വിടവ് ഇല്ലാതാക്കുക. എന്നാണ് ക്യാൻസർ ദിനം? ഫെബ്രുവരി 4 അല്ലേ. ഓർത്തു വയ്ക്കുക, ക്യാൻസർ ദിനം ഫെബ്രുവരി 4. അടുത്ത ചോദ്യം. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം ഏതാണ്? 75 രൂപയുടെ നാണയമാണ് അല്ലേ. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയത് 75 രൂപയുടെ നാണയം. അടുത്ത ചോദ്യം. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നറാണ് അല്ലേ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് ജാനിക് സിന്നർ. ഓസിന് എന്നാലോചിക്കുക അല്ലേ. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഓസിന് സിന്നർ അല്ലേ. ഓസ്ട്രേലിയയിലെ ഓസും സിന്നറിലെ സിന്നും, ഓസിന്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് നേടിയത് ആരാണ്? അരിയാന സെബലൻ. എങ്ങനെ ആലോചിക്കാം? ഈ ഓസ് തന്നെ നമുക്ക് ഇവിടെ എടുക്കാം അല്ലേ. ഓസിന് നമ്മൾ അരി വാങ്ങി എന്ന് ആലോചിക്കാം. അപ്പോൾ സ്ത്രീകളാവുമ്പോൾ എന്താണ്? കുറച്ച് ബലം പ്രയോഗിച്ച് ഓസിന് അരി വാങ്ങി എന്നാലോചിക്കാം. ഈ ബലം പ്രയോഗിച്ചു എന്ന് പറയുന്നത് ബെലാറസ് ആണ്. അരിയാന സെബലങ്ക ബെലാറസ് എന്ന് പറയും. അടുത്ത പോയിന്റ്. ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ കയറ്റുമതി എല്ലാം നടക്കുന്നത് രാത്രിയിലാണ് എന്ന് ആലോചിക്കാം. ഗുജറാത്ത്. റാത്ത് എന്ന് പറയുമ്പോൾ ഗുജറാത്ത്, രാത്രി എന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ്? ഛത്തീസ്ഗഡ് ആണ് അല്ലേ. എങ്ങനെ ആലോചിക്കാം? വനിതയാണ് അല്ലേ. അപ്പോൾ വനിതകളെല്ലാം ചത്ത് കിടന്ന് പണിയെടുക്കും എന്നാലോചിക്കാം. ഛത്തീസ്ഗഡ്. അടുത്ത ചോദ്യം. 2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് ഏതാണ്? മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ് അല്ലേ. പോലീസ് ഒരു കുറ്റിയായി നിൽക്കുക, ഒരു ലാത്തിയായി നിൽക്കുക എന്നുള്ളതിന് പകരം ഒരു കുറ്റിയായി നിൽക്കുക എന്ന് നമുക്ക് ആലോചിക്കാം. അടുത്ത പോയിന്റ്. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ ഏതാണ്? സ്പർശാണ് അല്ലേ. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ. നമുക്ക് ഈ കുഷ്ഠരോഗമൊക്കെ ഉണ്ടായാൽ നമുക്ക് തൊട്ടാൽ അവിടെ അറിയില്ല. അപ്പോൾ സ്പർശനം നമുക്ക് തിരിച്ചറിയില്ല. കുഷ്ഠരോഗം സ്പർശ് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ്. ചെക്കോ ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവ്. ഉത്തരം CV ആനന്ദബോസ് ആണ് അല്ലേ. നമുക്ക് ആ പേരുകൾ തമ്മിലൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. ചെക്കോ ആൻഡ് ഹിസ് ബോയ്സ്, ബോയ്സ് ആൻഡ് ബോസ്. CV ആനന്ദബോസ് എന്നുള്ളതിലെ ബോസും ബോയ്സ് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. ചെക്കോ ആൻഡ് ഹിസ് ബോയ്സ്, CV ആനന്ദ ബോസ്. ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ചെമ്പൈ സോറൻ ആണ് അല്ലെ. ജാർ എന്നുള്ളത് ഒരു ചെമ്പ് ജാർ എന്ന് ആലോചിച്ച് വയ്ക്കാം. അടുത്ത നമുക്ക് സ്വരാജ് ട്രോഫി നോക്കാം. 2021-22 സ്വരാജ് ട്രോഫി. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? കൊല്ലവും കണ്ണൂരുമാണ് അല്ലേ. നമുക്ക് എങ്ങനെ ആലോചിക്കാം? നമ്മുടെ പഴയൊരു പഴമൊഴിയുണ്ട്, കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട. നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് കൊല്ലം കണ്ടാൽ ജില്ല വേണ്ട എന്നാലോചിക്കാം. അതായത് കൊല്ലം കണ്ടാൽ എന്നുള്ളത് കണ്ണൂരും, അപ്പോൾ കൊല്ലം കണ്ടാൽ ജില്ല വേണ്ട. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലവും കണ്ണൂരും. 2ാം സ്ഥാനം നേടിയത് എറണാകുളം ജില്ലയാണ്. അടുത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. എങ്ങനെ ആലോചിക്കാം? പെരുമ്പാമ്പിനെ കണ്ടപ്പോൾ റോഡിൽ ബ്ലോക്ക് ഉണ്ടായി എന്നാലോചിക്കാം അല്ലേ. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്.
രണ്ടാമത്തത് കൊടകര. അടുത്തത് മികച്ച ഗ്രാമപഞ്ചായത്ത്. മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് മുളന്തുരുത്തിയാണ് അല്ലേ. അപ്പോൾ ഗ്രാമത്തിലെല്ലാം കുറേ മുളയുണ്ട് എന്നാലോചിക്കാം. രണ്ടാമത്തെ മികച്ച ഗ്രാമപഞ്ചായത്ത് പാപ്പിനിശ്ശേരി. അടുത്തത് മികച്ച കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ കോർപ്പറേഷനിലെ കോർ എന്നെടുക്കാം. അപ്പോൾ കോർ എന്ന് പറഞ്ഞാൽ എന്താ, അത്ര ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരം എന്നാലോചിക്കാം. അടുത്തത് മികച്ച നഗരസഭയാണ്. ഒന്നാം സ്ഥാനം നേടിയത് തിരൂരങ്ങാടിയാണ്. അപ്പോൾ നമുക്ക് ഈ അങ്ങാടിയും നഗരവും എടുക്കാം അല്ലേ. നഗരം, ഗ്രാമത്തിലുള്ള അങ്ങാടി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. മികച്ച നഗരസഭ തിരൂരങ്ങാടി. രണ്ടാമത്തെ മികച്ച നഗരസഭ വടക്കാഞ്ചേരി. തൊഴിലുറപ്പ് മികവിനുള്ള മഹാത്മാ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് എന്താണ്, പള്ളിക്കാടും അഗളിയുമാണ് അല്ലേ. എങ്ങനെ ആലോചിക്കാം, നമുക്ക് ഈ തൊഴിലുറപ്പ് എന്നുള്ളതിന് ജസ്റ്റ് കളിയാക്കി പറയുന്നതായിട്ട് തൊഴിലുഴപ്പ് എന്ന് പറയാലോ. അപ്പോൾ ഈ തൊഴിലിലെല്ലാം ഉഴപ്പുന്ന ആരാണ്, കള്ളികളാണ് അല്ലേ. അപ്പോൾ കാട് എന്നുള്ളത് തൊഴിലുഴപ്പ് ആലോചിക്കാം. അങ്ങനെ ചെയ്യുന്നത് എന്താണ്, ഒരു ശരിയായ പ്രവൃത്തിയല്ലല്ലോ. അപ്പോൾ അഗ്ലി എന്നാലോചിക്കാം. ഇതൊരു അഗ്ലി പ്രവൃത്തിയാണ് എന്നാലോചിക്കാം. അപ്പോൾ അഗ്ലി എന്നും കിട്ടി. തൊഴിലുറപ്പ് മികവിനായുള്ള മഹാത്മാ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് പള്ളിക്കാടും അഗളിയും. അഗ്ലി. അപ്പം നമ്മൾ ഓരോ വീഡിയോയിലും 30 to 50 ചോദ്യങ്ങളാണ്. സെഷന് ലെങ്ത് കുറവാണ്, ചോദ്യങ്ങളുടെ എണ്ണം കുറവാണ്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്